ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കാൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കാൻഡിൽ 2 ആൻഡ് കാൻഡിൽ 3 ട്രേഡ് എടുക്കാൻ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഓർ നെക്സ്റ്റ് ക്യാൻഡിൽസിൽ ട്രേഡ് എടുത്ത് പോകാനായിട്ടുള്ള ആ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇന്നൊരു നല്ലൊരു സെറ്റപ്പ് തോന്നാണ് DXYയിൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഡോളറിന്റെ മൂവ്മെന്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ പേര് നോക്കാറുള്ളത്. അപ്പം ജസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇത് അത്യാവശ്യം നല്ലൊരു ഫോളും തന്നിട്ടുണ്ട്. ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാൻ എനിക്കിത് ഭയങ്കര ഇതാണ്. ഒരു 1, 2, 3 ക്യാൻഡിൽ വരെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇത് ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3, ഇത് ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3. അത് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. ഇതിനകത്ത് ടൈമിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15, 19, 23 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 3 ക്യാൻഡിലാണ്. ഈ 3 ക്യാൻഡിലിന്റെ റേഞ്ച് ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യും. അതായത് ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് സെക്കൻഡ് ക്യാൻഡിൽ, ഇത് തേർഡ് ക്യാൻഡിൽ. ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3. ഓക്കെ, ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. സെക്കൻഡ് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ, ഇതാണ് ഇവിടെ സ്വീപ്പ് കിട്ടി. സ്വീപ്പ് ടു ഡൗൺ സൈഡ് അല്ലേ, സ്വീപ്പ് ടു ഡൗൺ സൈഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, 15 മിനിറ്റിലോട്ട് പോയിട്ട് എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇതിലാർക്കും ഡൗട്ട് തോന്നാൻ പാടില്ല. ഇത് സ്വീപ്പ് ചെയ്തു. ഓക്കെ, സ്വീപ്പ് ചെയ്തിട്ട് എനിക്ക് എന്താണ് തന്നത് മാർക്കറ്റ്? താഴേക്ക് ഒരു CASD വിത്ത് എന്താണ് ഇത്, ഒരു CASD തന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എന്താ തന്നത്? എനിക്കിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വീണത്. അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പോവും, നമ്മൾ 3 മിനിറ്റിൽ പോവും. നമ്മളുടെ കോമൺ ആയിട്ടുള്ള അതേ സെറ്റപ്പ് തന്നെ. 3 മിനിറ്റിൽ ഞാൻ എന്താ നോക്കുക, 3 മിനിറ്റിൽ എനിക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് CASD ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ CASD ആയിട്ട് എടുക്കാം. ഒന്നുകിൽ ഇത് CASD ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇമ്മീഡിയറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് CASD ആയിട്ട് എടുക്കാം. ഞാൻ ഇത് CASD ആയിട്ട് എടുക്കുന്നു. ദെൻ ഇതാണ് എൻ്റെ നേരത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ട്രേഡ് പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിൽ ഞാൻ SL വെക്കുന്നു. ഓർ ഈ ഒരു എപ്പോഴും ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ ബോഡിയിലായിരിക്കും വെക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് 15 മിനിറ്റിൽ ഏറ്റവും വലിയ ഹൈ എവിടെ ഉണ്ടായിരിക്കുന്നത്? അതായത് ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ഇവിടാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഹൈ എവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്? ഇവിടെ. ഈ ഹൈയാണ് മാർക്കറ്റ് ഇപ്പോൾ ടേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ എവിടെ ഉണ്ടായിരിക്കുന്നത്? ട്രേഡഡ് ഹൈ. അതായത് താഴോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴോട്ട് പോകണം. അതായത് ഓപ്പൺ ഹൈ, ഇനിയൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. അതിപ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിലാവുന്നത്. അപ്പോൾ എന്ത് ചെയ്തു മാർക്കറ്റ്? ഓപ്പൺ ആയി, മുകളിലേക്ക് ട്രേഡായി, ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തു, താഴോട്ട് പോയി. അപ്പം നമുക്ക് എന്തായി പറയാം? ഇത് നമുക്കൊരു ഹൈ എന്ന് പറയാം. അപ്പം ഈ 4 അവറിൻ്റെ ലോ എവിടെ ആയിട്ട് വരും? 4 അവറിൻ്റെ ലോ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, 4 അവറിൻ്റെ ലോ എവിടെയായി? അവിടെ ആയി. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തു. ഇവിടെ എവിടെയാണ് ഈ ഫസ്റ്റ് മാനിപ്പുലേഷൻ? ഏറ്റവും വലിയ ഹൈ എവിടെയാണ്? ഇതല്ലേ ഏറ്റവും വലിയ ഹൈ. ഈ ഹൈയെ മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്ന ലെഗ് എവിടെ നോക്കുക? ഇതാണ് ഡബിൾ പെർജ്. ഇവിടാണ് ഡബിൾ പെർജ് നടന്നേക്കുന്നത്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഇതാണ് ഡബിൾ പെർജ് നടന്നേക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ ഒരു ഡീവിയേഷൻ വരയ്ക്കും. ദെൻ ഐ വിൽ ട്രേഡ് ടു -2. -2ൽ ഓൾറെഡി ഒരു ഫെയിലർ സ്വിങ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഞാൻ -2ൽ ട്രേഡ് ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ്. അത് ഫസ്റ്റ് ക്യാൻഡിൽ. ഇതിപ്പോൾ സെക്കൻഡ് ക്യാൻഡിലല്ല ട്രേഡ് വന്നേക്കുന്നത്, തേർഡ് ക്യാൻഡിലാണ്. പക്ഷേ സെക്കൻഡ് ക്യാൻഡിൽ നിന്നാണ് നമ്മൾ ഈ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ എടുത്തിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി CASDs എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 4 അവർ. നമ്മൾ 4 അവറിൽ പോകുന്നു. 4 അവറിലെ പിക്ചർ എന്താണ്?
ഫോർ ഒരു ഫസ്റ്റ് C1ന്റെ ക്യാൻഡിലിന്റെ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ ഒരു ക്ലോസ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഇവിടാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇതിനൊരു ഇക്വിലിബ്രിയം വരയ്ക്കണം. ഇതിനൊരു ഇക്വിലിബ്രിയം വരയ്ക്കണം. ഈ ഹൈയും ഈ ലോയും ചേർത്തിട്ട്, ഈ ലോയും ഈ ഹൈയും വെച്ചിട്ട് നമ്മളൊരു ഇക്വിലിബ്രിയം വരയ്ക്കുന്നു. ഓക്കെ, ഓൾറെഡി ഇക്വിലിബ്രിയത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഇക്യു വരയ്ക്കുന്നു. ആ ഒരു 50% അവിടെ എനിക്ക് അതിന് താഴെ എവിടെയെങ്കിലും റെസ്പെക്ട് ചെയ്ത് എനിക്ക് മാർക്കറ്റ് ഒരു ഐഡിയൽ ഫോർമേഷൻ എനിക്ക് തരണം അല്ലേ. അപ്പം ഞാൻ 50 മിനിറ്റ്സിലേക്ക് വരുന്നു. അടുത്ത ക്യാൻഡിൽ 3യിലാണ് ഞാൻ നോക്കുന്നത്. ഇവിടെയാണ് എനിക്ക് ഇതിന് താഴെയാണ് എനിക്ക് ഐഡിയൽ ഫോർമേഷൻ കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ പിക്ചർ തന്നെ എന്ത് ചെയ്തു മാർക്കറ്റ്. പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ക്യാൻഡിൽ 3യിലാണ് ഇവിടെ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഈ ക്യാൻഡിലാണ് നമ്മൾ ട്രേഡിന് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഏറ്റവും വലിയ ഹൈ എവിടെയാണ്? ഇവിടെ അല്ലേ. ഏറ്റവും വലിയ ഹൈ ഇവിടെ. ആ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ തന്നു. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ 3 മിനിറ്റിലേക്ക് പോകുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നാൽ മാത്രം ട്രേഡ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം കുറച്ചുകൂടെ ഇതായിരിക്കും. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ഓർഡർ ബ്ലോക്ക് ട്രേഡ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ഒരു CAST തന്നു. ഈ CASTയിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിലോ നമുക്ക് എൻട്രി വെക്കാം. ബിക്കോസ് ദിസ് ഈസ് 3 മിനിറ്റ്. ഇവിടെ എൻട്രി വെക്കാം. ദെൻ ഐ വിൽ പ്ലേസ് ദ ട്രേഡ് ഹിയർ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ SL വെക്കുന്നു. നമ്മൾ നേരത്തെ വരച്ച പ്രൊജക്ഷൻ, ഇപ്പം ഏറ്റവും വലിയ ഹൈ വെച്ച് വരച്ച പ്രൊജക്ഷനിലേക്ക് ഞാൻ എൻ്റെ ട്രേഡ് റൺ ചെയ്യുന്നു. ഓക്കെ, ക്യാൻഡിൽ നമ്പർ 3 ഇത്രയും മതി. കാരണം ക്യാൻഡിൽ നമ്പർ 4 ട്രേഡ് ആവുന്നതിന് മതി. കാരണം ക്യാൻഡിൽ ഒരു 3 ക്യാൻഡിൽ ഡൗൺ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. ഇന്നൊരു അൺയൂഷ്വൽ ഫാൾ വന്ന കാരണമാണ് ഇവിടെ ഒരു ഫാൾ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3, ക്യാൻഡിൽ 4 വരെ മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് SL അടിക്കും അടുത്ത് വരുന്ന. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് ക്യാൻഡിൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഞാനിപ്പോൾ ഈ ഹൈസ് എല്ലാം ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 50 മിനിറ്റോട്ട് പോവുകയാണ്. നമ്മൾ ക്യാൻഡിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 4 ഹവറിൻ്റെ ഹൈയും ലോയും എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് ആദ്യം നോക്കുക. ഹൈയും ലോയും എവിടെയാണ് ആദ്യം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 4 ഹവർ ക്യാൻഡിൽ. ഇതിൻ്റെ ഹൈ എവിടെ ഉണ്ടായിരിക്കുന്നത്? ഇതിൻ്റെ ഹൈ ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തത് ലോയെ ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അതാണ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ആൻഡ് ലോ. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. ഇവിടെ ആദ്യം മാനിപ്പുലേറ്റ് ചെയ്തു. ദിസ് ഈസ് എ ഡബിൾ പെർച്ച്. അതായത് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു. നമ്മുടെ ബയാസ് എന്തായിരിക്കണം? നമുക്ക് ബെയറിഷ് ആണ്. അതുകൊണ്ട് നമ്മൾ ബെയറിഷ് ട്രേഡ് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിന് പെർജ് ചെയ്യാതെ മുകളിലേക്ക് ട്രേഡ് ആയാൽ മാത്രമേ ഞാനത് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും മാർക്കറ്റ് തന്നിട്ടില്ല. നേരെ റിവേഴ്സൽ ആയിരിക്കും. അപ്പോൾ എന്താണ്? ഇതൊരു ഡബിൾ പെർജായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഡബിൾ പെർജിന് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു സ്വീപ്പ് ടു ഡൗൺ സൈഡ് എനിക്ക് കിട്ടി. ഒരു CAST കിട്ടി. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഇത് ട്രേഡ് ചെയ്യുന്നു. അടുത്തതിൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈ എവിടെ വരും? ഇവിടെ വരും. അടുത്തത് എൻ്റെ ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ വരും. ലോയെ ഇവിടെ വരും. അടുത്ത ക്യാൻഡിലിൻ്റെ ഹൈ എവിടെ വരും? ഇവിടെ വരും. എൻ്റെ ലോയെ എവിടെ വരും? ലോയെ ഇവിടെ വരും. അടുത്ത ക്യാൻഡിലിൻ്റെ ഹൈ എവിടെ വരും? ഇവിടെ വരും. ലോ ഇവിടെ വരും. ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഇത് 9ന്റെ ക്യാൻഡിലാണ്. അപ്പോൾ അടുത്തിൻ്റെ 9ന്റെ ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ വരും, ലോ ഇവിടെ വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.